കുഞ്ഞ് 3 ബൈക്കിൽ നേതൃത്വം നൽകുന്ന UBC കൈനഗിരി തുഴയുന്ന ഗബ്രിയേൽ വള്ളം ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഓരോ ഹീറ്റ്സിലും ഒന്നാമതെത്തുന്ന വള്ളങ്ങൾ തമ്മിലായിരുന്നു ഫൈനലിൽ മാറ്റുരച്ചതെങ്കിൽ ഇക്കുറി മത്സരിക്കുന്നത് 3ഉം 4ഉം ഹീറ്റ്സിലെ 1ഉം 2 സ്ഥാനക്കാർ തമ്മിൽ മത്സരിക്കുന്നു. ഗബ്രിയേൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ മഹാദേവ് കാട്ടിൽ തെക്കേതിൽ രണ്ടാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നു. നടുഭാഗം മൂന്നാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ നാലാമത്തെ ട്രാക്കിൽ. പേരും പെരുമയുള്ള ക്ലബ്ബുകളായ കാരിച്ചാലിന്റെ കുമരകം ബോട്ട് ക്ലബ്ബും അതുപോലെ UBC കൈനഗരിയും പരസ്പര വൈരികളായ 2 ക്ലബ്ബുകൾ. അവര് മത്സരിക്കുന്നു ഒന്നാമത്തെ ട്രാക്കിലും നാലാമത്തെ ട്രാക്കിലും. എന്നാൽ പ്രായേണ പുതിയ ക്ലബ്ബായ പുഞ്ചമ്പടക്കാര് മൂന്നാമത്തെ ട്രാക്കിലൂടെ മഹാദേവി കാട്ടിൽ തെക്കേതിലുമായി മത്സരിക്കുമ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കേവലം വർഷങ്ങളുടെ മാത്രം പാരമ്പര്യമുള്ള ഇടത്തുവായിലെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് നടുഭാഗം കുണ്ടലിൽ മത്സരിക്കുന്നു. കാരിച്ചാൽ വള്ളം ജെയിംസ് കുട്ടി ജേക്കബിന്റെ നേതൃത്വത്തിൽ വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കുമരകംകാർ തുഴഞ്ഞ് കാരിച്ചാൽ വള്ളം നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. വള്ളംകളിയിൽ നെഹ്റു ട്രോഫിയിൽ ഇടം പ്രഥമമായി സമയത്തിന്റെ ഏറ്റവും കുറച്ചു സമയമെടുത്ത് മുത്തമിട്ട ജബുർത്തായ്ഗിരിയിൽ നിന്ന് മുത്തമിട്ട വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കാരിച്ചാലിൽ മത്സരിക്കുമ്പോൾ ഗബ്രിയേൽ ബോട്ട് ക്ലബ്ബ് തനിക്കുട്ടൻ വള്ളത്തിൽ മത്സരിക്കുന്നത് UBC കൈനഗരി. 12 പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ച UBC കൈനഗരി ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്നു. ഇപ്പോൾ ഒരു വള്ളപ്പാടിന് കാരിച്ചാൽ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് ഗബ്രിയേൽ വള്ളം അല്ല, 9ാമത്തെ വള്ളം നടുഭാഗം. 2 വള്ളങ്ങളും 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ വള്ളപ്പാടുകൾക്ക് മുന്നിലായി കാരിച്ചാൽ, ഒരു വള്ളപ്പാടിന് മുന്നിലായി വാശിയേറിയ ഈ നെഹ്റു ട്രോഫിയിൽ 64ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടുകൊണ്ട് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ച് 14ാമത് പ്രാവശ്യം കാരിച്ചാൽ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുക. വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു കാരിച്ചാൽ നടത്തിയത്. തീർച്ചയായും ഒരു വള്ളപ്പാടിന് 2ാം സ്ഥാനത്തേക്ക് ഗബ്രിയേൽ, അതുപോലെ തന്നെ 3ഉം സ്ഥാനങ്ങളിലേക്ക് നടുഭാഗവും മഹാദേവ് കാട്ടിൽ തെക്കേതിലും എത്തിയിരിക്കുന്നു. വളരെ ശക്തമായ ഒരു പോരാട്ടം.